ആകുമോ? ടോൾ ബൂത്ത് ഓപ്പണായി കിടക്കുന്നു. ഹായ് ചെങ്ങന്മാരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം സമയം എത്രയേറെ 5:30 മണി. 5:30 മണിക്ക് നമ്മുടെ കളി ഇന്ന് ഇവിടെ നാട്ടിലല്ല, ഇന്ന് കളി കുറച്ച് ദൂരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വണ്ടി ഉണ്ട് അവിടെ തന്നെ പോകട്ടോ. സമയമില്ല, നമുക്ക് തീരെ ടൈമില്ല. ചൂടുള്ള ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്, കാറാണ്. ഒന്ന് കയറട്ടെ. ഇതിൽ ഫ്യൂവല് തീരെ ഇല്ല, അപ്പോൾ കുറച്ച് എണ്ണ അടിക്കാം. പമ്പിലാണ്. ഇപ്പം സമയം എന്ന് പറയുന്നത് 5:45 കേട്ടോ. 5:45. നമുക്ക് ടൈം വളരെ കുറവാണ്, ഒരുപാട് ദൂരം പോകാനുണ്ട്. അപ്പം ഞാൻ എണ്ണയൊക്കെ അടിച്ചു. ഈ വണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയല്ലല്ലോ, അതുകൊണ്ട് തന്നെ ക്യാമറ സെറ്റ് ചെയ്യാനുള്ള സിസ്റ്റമൊക്കെ ഇതിൽ ഞാൻ താൽക്കാലികം ആഡ് ചെയ്ത സംഭവമാണ്. അതിൽ സൗണ്ട് എത്രത്തോളം വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും എനിക്കൊരു 140 കിലോമീറ്ററോളം പോകണം. 140 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നത് നെടുമ്പാശ്ശേരിയാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. ഗൂഗിൾ മാപ്പ് അടിച്ചിടണം, എനിക്ക് കറക്റ്റ് വഴിയൊന്നും അങ്ങനെ അറിയില്ല. ഞാൻ എന്തായാലും കുറച്ച് വെളിച്ചം വരട്ടെ, എന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. ഒരു 6-6:30-7 മണിയാകുമ്പോഴത്തേന് ഇരുടൊക്കെ മാറി ലൈറ്റ് വരുമല്ലോ. ഇപ്പം ലൈറ്റില്ല, ഇപ്പം ഹെഡ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. അതുമ്മലാണ് ഇപ്പം നിങ്ങളോട് സംസാരിക്കണത്. അപ്പോൾ കുറച്ച് കഴിയട്ടെ കേട്ടോ. ഞാനേ പോന്ന് ഞാൻ ആ പട്ടിക്കാട് എത്തിയിട്ടുണ്ട്. പട്ടിക്കാട് എത്തിയപ്പോഴേക്ക് ഗേറ്റ് അടച്ചു. പട്ടിക്കാട്ടിലെ കാക്കകൾ രാവിലെ തുടങ്ങിയപ്പോൾ ഉമ്മാർ ഓരോന്ന് കൊത്തി വലിക്കാം. എന്തൊക്കെയോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെയാണ് ആരോ വലിച്ചെറിഞ്ഞ കറിയുടെ പാക്കറ്റ് ഉണ്ടല്ലോ, അതാണ്. ഏതായാലും ഞാൻ ഇവിടുന്ന് കൂടി പാസ്സാകട്ടെ. നേരെ അങ്ങനെ വെളുത്ത് വരുന്നുള്ളൂ. കണ്ടോ, നേരെ വെളുത്ത് വരുന്നുള്ളൂ. ഇപ്പം സമയത്ത് എന്തായാലും 6:10. ചെങ്ങന്മാരെ ഞാൻ അവിടെ നിന്നും പോന്നിട്ട് ഇപ്പോൾ നമ്മളുടെ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പെരിന്തൽമണ്ണയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ ഒരുപാട് ഭായിമാരുണ്ട് ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പണി, അതായത് സാധാരണ പണിക്ക് വേണ്ടിയിട്ട് സാധാരണക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഭായിമാർ മാത്രമൊന്നുമല്ല, മലയാളികളെല്ലാവരും ഉണ്ട്. അപ്പോൾ പെരിന്തൽമണ്ണ സെൻറ്ററാണ്. ഇവിടുന്ന് നമ്മൾ നേരത്തെ തന്നെയാണ് പോകേണ്ടത്. പട്ടാമ്പി വലിയ തിരക്കൊന്നും റോഡില്ല, പക്ഷേ ആൾക്കാരെ കണ്ടോ, അവരൊക്കെ ഈ ജോലിക്ക് പണിയുണ്ടല്ലോ, പണിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബസ് കാത്ത് നിൽക്കുന്ന ആളുകൾ, അവരും ജോലിക്ക് തന്നെയാണ്, അവരുടെ ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടേ. അങ്ങനെയൊക്കെ രാവിലത്തെ കാഴ്ചകൾ നല്ല രസമാണ്. അത് ഏതിലെയാണെങ്കിലും, നമ്മുടെ കേരളത്തിലൂടെ ആണെങ്കിലും പുറത്തു കൂടെ ആണെങ്കിലും ഒക്കെ രാവിലത്തെ കാഴ്ച ഉണ്ടല്ലോ, അതായത് ഈ ഒരു ലൈറ്റ് വരുമ്പോഴുള്ള ആ ഒരു കാഴ്ച, അത് ഭയങ്കര രസമാണ്. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ടൗൺ ആയതുകൊണ്ടും ടൗൺ പരമായിട്ടുള്ള കാഴ്ചകളാണ്. അതായത് ലോഡിങ്, അൺലോഡിങ്, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അത്തരം സംഭവങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നമ്മൾ പോരുമ്പോൾ പട്ടിക്കാട് മീൻ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അതൊന്നും തന്നെ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം ഞാൻ അവിടെ നിന്നൊക്കെ പോന്നിട്ട് ലൈറ്റ് നല്ല രീതിയിൽ വരട്ടെ എന്ന് കരുതിയിട്ടാണ് അവിടെ നിന്ന് കാണിക്കാഞ്ഞത്. വീഡിയോ ഒക്കെ ഒരു ക്ലിയർ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടേ. അപ്പം ഞാൻ പോകുന്നതിൻ്റെ ഉദ്ദേശം, പോകുന്നത് എന്തിന്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അവനും ഞാനുള്ള ബന്ധം, അതായത് ഞങ്ങൾ തമ്മിൽ അധിക കാലത്തെ ദൃഢമായ ബന്ധമൊന്നുമില്ല. എന്തായാലും ഞാൻ ആ ഒരു കഥ പറഞ്ഞുതരാം ഞങ്ങൾക്ക്. ആദ്യം നമുക്കിവിടെ തിരിയാനായിട്ടുണ്ട്. ഒരു 300 മീറ്റർ കഴിഞ്ഞാൽ അതന്നെ അമ്മായി പറഞ്ഞങ്ങൾ കേട്ടുകണൊക്കെ അറിയില്ല. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പട്ടാമ്പി റോഡ്, തൃശ്ശൂർ കുന്നംകുളം റോഡ് നമ്മൾ കയറണം. ഈ കാറൊക്കെ പോണ ഈ റൂട്ട് തന്നെ. അത് KL-71 കേട്ടോ. KL-71 നമ്മളതാണ്. ഇവിടെ വമ്പം കൊണ്ടാണല്ലോടാ. 10 കിലോമീറ്റർ അപ്പം നമുക്ക് നീട്ടിവിടാം, പ്രശ്നമില്ല. അപ്പം ഞാനും ഓൻ തമ്മിലുള്ള ബന്ധം, ഞാൻ അങ്ങോട്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പ്രായം എൻ്റെ ഫ്രണ്ട്സ്, അതായത് എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ പ്രായം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകേ അല്ല. അതായത് എൻ്റെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാവരും
പലതരം ഏജിലുള്ള ആളുകളാണ്. എൻ്റെ ഏജിലുള്ള ആളുകൾ എനിക്ക് വളരെ കുറച്ചുള്ളൂ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളത്. ബാക്കി എല്ലാവരും എന്നേക്കാൾ മുതിർന്നവരാണ്. അതിൽ ഇവനും തന്നെ എന്നേക്കാൾ മുതിർന്നതാണ്. ഏതാണ്ട് ഒരു 10 വയസ്സ് അത്രയൊക്കെ എന്നേക്കാൾ മൂപ്പുള്ള ആളാണ് ഞാൻ ഇനി കൊണ്ടുവരാൻ പോകുന്ന ആള്. പക്ഷേങ്കിൽ ഞങ്ങൾ എടാപ്പോടെ ബന്ധമാണ്. ഞാനൊരു 7-7.5 വർഷം മുന്നേ വണ്ടൂർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഓട്ടോ വെച്ച് വരുന്ന സമയത്ത് എനിക്ക് അവിടെ പരിചയക്കാരെന്ന് പറയാൻ ആകെ 2 പേരുണ്ടായിരുന്നത്. അതൊന്ന് പൊത്തങ്ങോടം കുഞ്ഞാണിയാക്ക, പിന്നൊന്ന് പൊത്തങ്ങോടം ബഷീർ. ഈ പൊത്തങ്ങോടം എന്ന് പറയുമ്പോൾ അവർ ടൈറ്റ് ടീമാണ്. അവര് എല്ലാവരും ഒട്ടുമിക്ക ആളുകളും എല്ലാ മേഖലയിലും എത്തിപ്പെടുന്ന അടിപൊളി ടീമാണ് അവര് ഞങ്ങളുടെ നാട്ടില്. ഈ പൊത്തങ്ങോടം എന്ന് പറയുന്നത് അവരുടെ വീട്ടുപേരാണ് കേട്ടോ. അവര് ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിൽ പെട്ട 2 പേര് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടുകാരാണ്, എൻ്റെ അയൽവാസികളാണ് ഇവർ 2 പേരും. അപ്പൊ ഞാൻ ഓട്ടോ ആയിട്ട് പോകുന്ന സമയത്ത് ഞാൻ ഓട്ടോ എടുത്തിട്ട് എനിക്ക് പെർമിറ്റ് കിട്ടിയിരുന്നില്ല. പെർമിറ്റിന് എനിക്ക് നേരെ കാലതാമസം വന്ന സമയത്ത് അവരെന്നെ കണ്ടിരുന്നു. ഈ പറഞ്ഞ 2 പേരും. അവർ പറഞ്ഞാൽ അതൊന്നും പ്രശ്നമല്ല, ഇത് വന്ന് ഓടിക്കോ, പുതിയ വണ്ടിയല്ല, വണ്ടിക്ക് അടവില്ല എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോയി. ഓട്ടോ സ്റ്റാൻഡിലെത്തി ഞാൻ അധികം ആരുമായിട്ട് സംസാരിക്കാതെ വണ്ടിയിൽ തന്നെ ഇരുന്ന് ഉള്ള ഓട്ടോ ആയിരുന്നു. കാരണം എനിക്ക് ആരെയും പരിചയമല്ല. എനിക്ക് ഈ 2 വ്യക്തികളെ മാത്രമേ പരിചയമുള്ളൂ. അതിൽ പൊത്തങ്ങോടം ബഷീർ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത്, നമ്മുടെ വീഡിയോ കാണുന്നവനാണ്, വീഡിയോ കാണാറുണ്ട്. ഈ വീഡിയോ ബഷീർ കാണണ്ടാവും. ബഷീറെ സുഖമല്ല എനിക്ക് എന്നൊരു ചോദ്യത്തിൽ ചോദിക്കുന്നുണ്ട് എനിക്ക് സുഖമാണെന്ന് എനിക്കറിയാം. ഇപ്പോഴും കോണ്ടാക്റ്റുള്ള ആൾ തന്നെയാണ്, നമ്മുടെ അയലൊക്കെ തന്നെയാണ് വീട്. അപ്പോൾ ബഷീർ ഞാൻ ഇതേപോലെ ഞാൻ മൊബൈലിലൊക്കെ കളിച്ച് ഞാൻ അവിടെ എങ്ങനെ ഇരിക്കും, എനിക്ക് ആരും ഒരു കമ്പനി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു ദിവസം ബഷീർ വന്നിട്ട് അറിഞ്ഞത്ത വണ്ടിയിൽ തന്നെ ഇരിക്കണേ, പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും ഒന്ന് പരിചയപ്പെട്, അതിലൊക്കെ നടന്നോ എന്നൊക്കെ പറഞ്ഞു. അതിൽ ഞാനങ്ങനെ കുറച്ചൊക്കെ നടന്നു. ആ നടത്താൻ കഴിഞ്ഞിട്ട് പിന്നെ ബഷീറിന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സ്റ്റാൻഡിൽ. അതിൽ പെട്ട ഒരാളാണ് അസ്ലമിനെ കൊണ്ടുവരാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ അസ്ലമിന്റെ ഒരു ടീം ഉണ്ടായിരുന്നു. ഒരു ടീം എന്ന് പറഞ്ഞാൽ 5-6 ആൾക്കാർ ഡ്രൈവർമാരുള്ള ഒരു ടീം. അതിൽ 5-6 ആൾക്കാരല്ല, ടൈറ്റായിട്ട് ഒരുമിച്ച് നടക്കുന്നവർ 5-6 ആൾക്കാർ, അല്ലാതെ ഒരുപാട് ആൾക്കാർ, അതായത് 10-12ഓളം ആളുകൾ. അവര് വളരെയധികം സൗഹൃദത്തോട് കൂടി പോകുന്ന ഡ്രൈവർമാർ. എന്താ പറയാ, അവർക്ക് ഒറ്റ തീരുമാനമുള്ളൂ എന്ത് കാര്യത്തിലും. സ്റ്റാൻഡിൽ ഒരുപാട് നിയമങ്ങളും അവർ കൊണ്ടുവന്നിരുന്നു. ആ ടൈമിലേക്കാണ് ചെല്ലുന്നത്. അപ്പൊ ഈ ബഷീർ എന്നെ കൊണ്ടുപോയി അവരൊക്കെ പരിചയപ്പെടുത്തി തന്നു. പിന്നെ ഞാൻ തന്നെ ആ ഒരു ടീമിൽ അംഗമായി. ചായ കുടിക്കാനും അതുപോലെ തന്നെ സിനിമയ്ക്ക് പോവാനും വേറെ എവിടേക്കിലൊക്കെ പോവുകയാണെങ്കിലും എല്ലാത്തിലും ഞാൻ അതിൽ പങ്കെടുത്തു തുടങ്ങി. അങ്ങനെ ഞാൻ അവരുമായിട്ട് കൂടുതൽ അടുത്തു എന്ന് വേണം പറയാം. അതിൽ ഞങ്ങൾ ടീമിൽ ഇപ്പം നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ആളുടെ പേരാണ് അസ്ലം എന്ന് പറയുന്നത്. അസ്ലം, ഇപ്പം നേരത്തെ പറഞ്ഞ ബഷീർ, അതുപോലെ തന്നെ പിന്നെ വേറൊരു ബഷീർ ഉണ്ട്. അങ്ങനെ 5-6 ആൾക്കാരാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ അസ്ലം ഉണ്ടല്ലോ, അസ്ലമും ഞാനും തമ്മിലുള്ള ബന്ധം അവിടെയാണ് സ്റ്റാർട്ടാവുന്നത്. അതായത് ഒരു 7 വർഷം മുന്നേ സ്റ്റാർട്ടാവുന്നത്. ഈ 7 വർഷം മുന്നേ സ്റ്റാർട്ടായി. എന്താ പറയാ, നമുക്ക് ചില ആളുകളുമായിട്ടുള്ള ബന്ധം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് കയറിപ്പോവും. പെട്ടെന്ന് ഒരാളോട്ട് ഇഷ്ടത്തിലാവുക എന്നൊക്കെ പറയില്ല നമ്മള്. നമുക്കൊരു പ്രത്യേക ഇഷ്ടം വരിക, ഒരു സ്നേഹം വരിക. അത്തരത്തിലായിരുന്നു അസ്ലമിനോട് എനിക്ക്. അങ്ങനെ ഞാനും ബഷീർ, അസ്ലം, അങ്ങനെ ഒരുപാട് ഞങ്ങളുള്ള ചെക്കന്മാരെല്ലാവരും ഞങ്ങൾ പല കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് ചെയ്യൽ തുടങ്ങി. അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ പല നിയമങ്ങളും ഞങ്ങൾ കൊണ്ടുവന്നു. ആ നിയമങ്ങളൊക്കെ പലതും ഇന്നും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ പുതിയ ആളുകൾ വന്നതിന് ശേഷം അതൊക്കെ തകിടം മറിഞ്ഞ് ഇവരൊക്കെ ഗൾഫിക്കും പോയി. അപ്പം പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടൂല. കാരണം ചിലത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. പറഞ്ഞ് മനസ്സിലാകാത്തവർക്ക് അത് കണ്ടറിയാത്തവന് കൊണ്ടറിയുന്നല്ലേ. അപ്പൊ സ്റ്റാൻഡ് നല്ല ടൈറ്റായിട്ട് നല്ല രസമായിട്ട് പോവുമായിരുന്നു. അതായത് എല്ലാവിധ തർക്കങ്ങളിലും ഞങ്ങൾ ഇടപെടുമായിരുന്നു. എന്തുവിധ കേസ് ഉണ്ടെങ്കിലും ഞങ്ങൾ സ്റ്റാൻഡിന് പരിഹാരം കണ്ടെത്തിയിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഇവനെ ഒക്കെ കൂടെ നിന്നിരുന്നത് ഈ അസ്ലം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ്. അവനായിരുന്നു മെയിന്. അപ്പോൾ അവൻ്റെ നാട് എൻ്റെ നാട്, ഞങ്ങളൊക്കെ വണ്ടൂർക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പ്രത്യേക കയ്യൂക്ക് അല്ലെങ്കിൽ ഒരു വാക്ചാതുര്യം അവിടെ ഉണ്ടായിരുന്നു. കയ്യൂക്ക് എന്നല്ല കേട്ടോ, ഞങ്ങൾ കച്ചറ അടിപിടിയൊന്നുമില്ല. അടിപിടിന്റെ കേസ് ഇതുവരെ നമുക്ക് അങ്ങനെ കാര്യപ്പെട്ട വന്നിട്ടില്ല. പകുതി മുക്കാലും നമ്മൾ സംസാരിച്ചാൽ തീരുന്ന കേസുള്ളൂ. ഇവിടെയും ഗേറ്റടവ് വരികയാവോ. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ബന്ധം. അപ്പോൾ ഞാൻ പിന്നീട് ഒരു 3 വർഷം കഴിഞ്ഞ്
3 വർഷത്തോളമൊക്കെ ഞങ്ങൾ അങ്ങനെ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് അവർ വിദേശത്തേക്ക് പോക്ക് തുടങ്ങി. അങ്ങനെ വിദേശത്തേക്ക് പോക്ക് തുടങ്ങിയപ്പോഴാണ് ഞാൻ അവിടെ ഒറ്റയായത്. ഞാൻ ഒറ്റയാവേ എനിക്ക് ഒരു എന്താ പറയുക, കൂട്ടം കെട്ടാൻ ആൾക്കാരില്ലാതെ. കാരണം ഞാൻ ഫുൾ ടൈം ഇവരുടെ കൂടെ ആയതുകൊണ്ട്. എന്നാൽ പിന്നെ എനിക്ക് ബന്ധങ്ങൾ ഒരുപാടുണ്ട്. സ്റ്റാൻഡിൽ നിങ്ങൾക്ക് കാണുന്ന ആ ഒരു ബന്ധങ്ങളുണ്ടല്ലോ, അവരോടൊക്കെ ഫുൾ ടൈം ഞാൻ കോണ്ടാക്റ്റിലുള്ള ആളാണ്. എല്ലാം കൊണ്ടും എല്ലാ തരത്തിലും അവരായിട്ട് ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ ഇവര് ഓരോരുത്തരായിട്ട് പോയി. അസ്ലമും തന്നെ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അവരും പോയി. വണ്ടി എടുത്ത് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അവരും പോയി. ഭയങ്കര സങ്കടമായിരിക്കും. കാരണം എന്താ വെച്ചാൽ അവനായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. നമ്മുടെ കൂട്ടത്തിൽ നമുക്കൊരു ബെസ്റ്റ് ഉണ്ടാവും, അതെല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരുടെ കൂട്ടത്തിലും ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അവന്. അപ്പോൾ അവന് പോയി, സങ്കടമായി. പിന്നീട് ഞാനാണ് അവനെ ഈ ഗൾഫിൽ നിന്നും വരുമ്പോൾ അല്ലെങ്കിൽ സൗദിയിൽ നിന്നും വരുമ്പോൾ ഞാനാണ് അവനെ പോയി കൊണ്ടുവരാറ്, ഈ ബഷീറിനെ, അസ്ലമിനെ. അപ്പോൾ അസ്ലം ഞാൻ പോയി കൊണ്ടുവരപ്പോൾ കഴിഞ്ഞ യാത്രയ്ക്ക് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ല, ഞാൻ യാത്രയിലായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ നാട്ടിലുണ്ട്. അവൻ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഒന്ന് വരുമോ കൊണ്ടുവരാൻ. വേറെ ആരെ അവൻ വിളിച്ചിട്ടില്ല, വേറെ ആർക്കും അറിയില്ല ഇന്ന് അവന് വരുന്നുണ്ട് എന്നുള്ളത്. അവൻ്റെ വീട്ടിൽ അവൻ്റെ വൈഫിന് ഒക്കെ അറിയുണ്ടാവാം, അല്ലാതെ വേറെ ആർക്കും, സ്റ്റാൻഡിലെ ആളുകൾക്ക് പോലും ഞാൻ ഇന്നലെ 1-2 പേരോട് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു വലിയ ഒരു യാത്രയും കൂടി ഞാൻ പോവുകയാണ്. ഒരു 140 കിലോമീറ്റർ എണ്ണ ചെയ്യണം. അപ്പോൾ അത് അവരോടൊന്ന് പറഞ്ഞ് പോവാം എന്ന് കരുതിയിട്ട് ഒരു 4-5 പേരോടൊക്കെ പറഞ്ഞു, അല്ലാതെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഏതായാലും അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ക്യാമറ റൊട്ടേറ്റബിൾ അല്ല, അതുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് തിരിക്കാൻ വേണ്ടി പറ്റാത്തത്. താൽക്കാലികമായിട്ട് ക്യാമറ ഈ വണ്ടിയിൽ വെച്ചതല്ലേ. ഏതായാലും അതാണ് ഞങ്ങളുടെ ബന്ധം. ഇന്നും വളരെ ശക്തിയോട് കൂടിയിട്ട് നിൽക്കുന്ന ബന്ധമാണ്. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എനിക്ക് 25 വയസ്സ് തൊട്ട് 35, 40, 50 വയസ്സ് വരെയുള്ള ആളുകൾ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അത്രയധികം ആളുകളെ അല്ലെങ്കിൽ അത്രയധികം ബന്ധം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും ഞാൻ ഒരേ ടൈപ്പിൽ തന്നെ നിൽക്കല്. പക്ഷേങ്കിൽ ഈ 25 തൊട്ട് 30 വയസ്സ് വരെയുള്ള ആളുകളുണ്ടല്ലോ, അവരെക്കാൾ കൂടുതൽ എനിക്ക് ഫ്രണ്ട്സ് ഉള്ളത് 30 to 40 അതിനിടയിലുള്ള ആളുകളായിട്ടാണ്. അവർക്കാണ് എൻ്റെ ആശയങ്ങൾ കൂടുതലായിട്ടും അല്ലെങ്കിൽ എൻ്റെ സംസാര രീതിയൊക്കെ കൂടുതലായിട്ട് ഇഷ്ടമാവുന്നത്. അല്ലാത്തവർക്ക് കേൾക്കുമ്പോൾ എന്തോ അവന് വലിയ സംഭവമാണ് അല്ലെങ്കിൽ അവൻ വലിയൊരു അറിവുള്ള ഒരാൾ എന്നുള്ള ചിന്താഗതി വരിക. പക്ഷെ ഇവർക്കത് വരുന്നില്ല. ഏതായാലും അങ്ങനെ. അപ്പം ഞാൻ യാത്ര പുറപ്പെട്ട് ഇപ്പം ഏതാണ്ട് പുളിങ്കാവ് എന്ന് പറയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, അവിടെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി അവിടെ പോട്ടെ കേട്ടോ. ഓരോ നല്ല നല്ല കാഴ്ചകൾ വല്ലതും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. എനിക്ക് അവിടെ ഇറങ്ങാൻ സമയമല്ല, ഞാൻ തന്നെ ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എവിടെ ഇറങ്ങാൻ സമയമല്ല, നേരെ എയർപോർട്ട് പിടിക്കുക എന്നുള്ളതാണ്. ഇവിടെയൊക്കെ ചെറുതായിട്ട് മഴ പെയ്തണെന്ന് തോന്നുന്നു കേട്ടോ. റോട്ടിലൊക്കെ നനവുണ്ട്, പക്ഷേങ്കിൽ ഇപ്പം മഴയൊന്നുമില്ല. നമ്മൾ പോരുന്ന ഇത്രയും കിലോമീറ്റർ 34 കിലോമീറ്ററും 35 കിലോമീറ്ററോളം മഴയില്ല. പട്ടാമ്പിക്ക് എത്തും തോറും മഴയുടെ ഒരു ലക്ഷണമുണ്ട്, മൂടിക്കെട്ടലുണ്ട്, റോട്ടിലൊക്കെ നനവുണ്ട്. ഇവിടെ രാവിലെ മഴ പെയ്തായിരുന്നു, വലിയ തോതിലുള്ള മഴയല്ല, ചെറിയൊരു ചാറ്റൽ മഴ ഇവിടെ പെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൊപ്പത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കൊപ്പൊക്കെ ഉണർന്നു വന്നു, ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കൊപ്പത്തിലും തന്നെ പകലിൻ്റെ ഒരു വെളിച്ചം വന്നിട്ടേ ഉള്ളൂ, സൂര്യപ്രകാശമില്ല. മഴയുടെ സാധ്യത കാണുന്നുണ്ട്. മഴ പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട് അറിയില്ലേ. മഴ പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട്. പെയ്യൂല, ഇതങ്ങനെ പോവായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എവിടെയും മഴയില്ല. അല്ല, ഇനി ബാക്കിയുള്ളവർത്തൊക്കെ എങ്ങനെ അറിയാം, നമ്മുടെ ജില്ലയിൽ കാര്യമായ രീതിയിൽ എവിടെയില്ല. റോഡ് വളരെ മോശമാണ്. പട്ടാമ്പി എത്തിയില്ലേ? പട്ടാമ്പിയാണത്, പട്ടാമ്പിയിൽ റോഡ് ഭയങ്കര മോശമാണ്. വലിയ കുഴികളൊക്കെയാണ്. നമുക്ക് കൊണ്ടുപോയി ഇടാൻ വേണ്ടി പറ്റില്ലല്ലോ. ഞാനന്ന് ഓട്ടോഷായിട്ട് പോകണമെന്ന് പറഞ്ഞിരുന്നു. പട്ടാമ്പി ഭയങ്കര റോഡ് മോശമാണെന്നുള്ളത്. ഇറക്കി കൊണ്ടുപോകാനേ പറ്റുള്ളൂ, ഒന്നായിട്ട് കൊണ്ടുപോയി ഇടാൻ വേണ്ടി കഴിയില്ല. ഒന്ന് നമ്മുടെ വണ്ടിയല്ല, നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എടുത്താണത്. നമ്മളിവിടുന്ന് തിരിയും കേട്ടോ. ഭാരതപ്പുഴയുടെ കുറുകെ പോവുകയാണ്. പാലത്തുമ്മലൊക്കെ ടൈറ്റാ, വണ്ടികൾ ഇഷ്ടം പോലെ. പട്ടാമ്പി എത്തിയപ്പോഴേക്ക് റോഡ് തിരക്കായിട്ടോ, റോഡിൽ നല്ല തിരക്കായി. ചെങ്ങൈമാരെ ഈ ഭാഗത്ത് കൂടെ കോട ഇറങ്ങിയിട്ട് പാടത്തും
മലയുടെ മുകളിലും തെങ്ങിന്റെ മണ്ടയിലും കോടമഞ്ഞ് അടിപൊളി. ഞാനിപ്പോ എവിടെ എത്തിന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ. പട്ടാമ്പി കഴിഞ്ഞ് പോകണ്ടേ, ഞാൻ സ്ഥലം നോക്കിയില്ല, ഞാൻ ഗൂഗിൾ മാപ്പ് അല്ലേ, ഞാൻ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുവാണ്. എവിടെ എത്തിന്ന് അറിയില്ല. ഏതായാലും ഇതൊരു ഫോറസ്റ്റ് വൈബ് ഏരിയ. വടക്കാഞ്ചേരി റോഡാണ്, ചാവക്കാട് വടക്കാഞ്ചേരി റോഡാണ്. ചാവക്കാട് വടക്കാഞ്ചേരി റോഡ് ഇവിടേക്കത് പോയി ചാവണ്ടാവും. ഏതായാലും ഗൂഗിളമ്മായി അല്ലേ. ഇതുപോലത്തെ വണ്ടികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നേരത്തെ ഞാൻ അവിടെ ഒരു കയറ്റം വന്നായിരുന്നേ, അവിടെ ഈ വണ്ടി ഒന്ന് ചവിട്ടി. എൻ്റെ ബാക്കത്തെ വണ്ടി, എൻ്റെ ഫ്രണ്ടിൽ ഈ വണ്ടി, എൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു പിക്കപ്പാണ്, അതിൻ്റെ മുന്നിലാണ് ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടി ഒന്ന് ചവിട്ടി, അതിൻ്റെ ബാക്കിൽ പിക്കപ്പ് ചവിട്ടി, ഞാനും ചവിട്ടി. എൻ്റെ ബാക്കിലുള്ള കാറും ചവിട്ടി, അതിൻ്റെ ബാക്കിലുള്ള കാറും ചവിട്ടി. പക്ഷേങ്കിൽ ആ ബാക്കത്തെ കാറിന് വന്നാണ്ട് ഇതുപോലത്തെ ഒരു സാധനം വന്ന് അങ്ങോട്ട് കയറി കൊടുത്തു. മോനെ ബാക്കിൽ ഫോറസ്റ്റ് പൂങ്ങോട് അറിയാലോ ഇവിടെ. പുൻങ്ങോട് ഫോറസ്റ്റ് ആണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഞാൻ വായിച്ചെടുത്ത് തെറ്റിയത്. അവിടെ സ്വാഗതം കൊടുക്കണം. സ്വാഗതം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലേക്കാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഈ റോഡ് അങ്ങനെ പോയി കഴിഞ്ഞാൽ കുണ്ടന്നൂർക്ക് പോവാം. ഈ റോഡ് അങ്ങനെ പോയാൽ കുണ്ടന്നൂരിൽ എഴുതി വെച്ചിരിക്കണം. അവിടെ അത്താണി എന്ന് പറയുന്ന സ്ഥലമാണ്. അത്താണി എന്നല്ലേ? അതെ, അത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെയാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ട് നിൽക്കുന്നത്. ഇത് ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡാണെന്നാണ് ഗൂഗിൾ അമ്മായി പറയുന്നത്. ഈ റോഡിലൂടെ എനിക്ക് 9 കിലോമീറ്റർ പോകണം. അപ്പോൾ സമയം ഏറെയായി, 8 മണിക്ക് 10 മിനിറ്റായി. 10 മണിക്ക് ഓന് ലാൻഡ് ആവും. ഇപ്പോൾ സമയം 8 മണിക്ക് 10 മിനിറ്റാണ് അറിയില്ല. കിലോമീറ്റർ 60 കിലോമീറ്റർ ഉണ്ട്. ഇനി 60 കിലോമീറ്റർ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഞാൻ നേരം വൈകിയതാണ് പ്രശ്നമായത്. In 500 meters, at the roundabout, continue straight to stay on Karunakaran Nambiar Road, Thrissur, Shornur Road. അങ്ങനെ തൃശ്ശൂർ ഷൊർണൂർ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. വടക്കേ ബസ് സ്റ്റാൻഡ്. ഇപ്പം ഏതാ സ്ഥലം? സ്മാർട്ടൊക്കെ ഉണ്ടല്ലോ. ഈ സ്ഥലം നോക്കിയിട്ടില്ല. വേറെ സ്ഥലം ഞാനിപ്പോൾ നോക്കും. കാണട്ടെ, നല്ലൊരു വിസിബിൾ ഉള്ളൊരു ബോർഡ് കാണില്ല. അതാണ് പ്രശ്നം. ഒരു ബോർഡ് കാണണ്ടേ, നല്ല നമുക്ക് സ്ഥലം നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ ഡ്രൈവിങ്ങിലല്ല. തൃശ്ശൂർ തന്നെ. ഓ മൈ ഗോഡ്, തൃശ്ശൂർ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇത് നമ്മൾ അന്ന് KSRTCക്ക് പോകുന്നപ്പോൾ കണ്ട ബസ് സ്റ്റോപ്പ് അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ സർവീസ് റോഡ് കയറാൻ വേണ്ടി പോവാണ്. നമ്മൾ എന്താ വെച്ചാൽ ഹൈവേ പിടിക്കാം. ഈ വണ്ടിൻ്റെ KSRTCൻ്റെ ബാക്കിൽ തൊടുപുഴ ദാനത്തിന് പോകുന്നവരുണ്ടെങ്കിൽ അതിൽ കയറാം. ടിക്കറ്റ് നിർബന്ധമായിട്ടും കയ്യിൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെ അങ്കമാലി അമ്മാവൻ ആരാന്നാ പറഞ്ഞേ? നാഷണൽ ഹൈവേ 44 നമ്മൾ കയറി. നാഷണൽ ഹൈവേ 44ലേക്ക് സർവീസ് റോഡ് എടുത്തിട്ടുണ്ട്. കയറാൻ വേണ്ടി പോവാണ്. അതായത് NH 544 സോറി കേട്ടോ, NH 544. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നിങ്ങളെ നാടല്ലേ, നമ്മളെ നാടല്ലേ അല്ലേ? ഇവിടെ ഭയങ്കര ബ്ലോക്കാട്ടോ. ഫാസ്റ്റ് ട്രാക്ക് ഇല്ല. പലങ്കര ടോൾ പ്ലാസിലുണ്ട്. ടൈറ്റാണ്, എല്ലാ സൈഡിലും ടൈറ്റാണ്. ഏതാണ്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനി എത്ര മിനിറ്റ് നിൽക്കാറില്ല. നമുക്ക് നേരെ മുന്നിൽ കാണാം ഗേറ്റ്. ടോൾ ബൂത്ത് ഓപ്പണായി കിടക്കുന്നു. ആർക്കും ടോൾ വേണ്ട. അപ്പോൾ റോഡിൻ്റെ പണി കാരണമാണ് ഈ ഒരു ബ്ലോക്ക്. അപ്പോൾ ഇവിടം കൊണ്ട് തീരൂല. ഈ ബ്ലോക്ക് ഇവിടം കൊണ്ട് തീരൂല. കാരണം എന്താ വെച്ചാൽ മുന്നിൽ 24 മിനിറ്റൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ. അപ്പോഴേക്ക് കൊണ്ട് മുന്നിൽ റോഡിൻ്റെ പണി, അത് ദ്രുതഗതിയിൽ അവരെന്തൊക്കെ കാട്ടിക്കൂട്ടി എടുക്കുന്നുണ്ട്. ക്ലീൻ ആണെന്നത് കൊണ്ട് നമ്മൾ കണ്ടറിയണം. കണ്ടിട്ടില്ല, പോയോക്കാം.
ഇപ്പം ലൈനായിട്ടുണ്ട്, 2 ലൈനായിട്ട് തന്നെയാണ് വണ്ടികൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ കയറി പിടിച്ച് വരുന്നുണ്ട്. എന്നോട് സർവീസ് റോട്ടിക്കൊന്നും പോകാൻ പറയില്ലേ, നിങ്ങൾ ഇതിൽ വെച്ചാൽ പോകും. ഞാൻ മാന്യമായിട്ട് ലൈനിൽ നിന്ന് പോവാണ്. എന്നെ നീ വെറുതെ സ്വീപ്പാക്കരുത്. എല്ലാവരും മാന്യമായിട്ട് ലൈനിൽ നിന്ന് പോകാനുള്ളൂ. എന്താ അദ്ദേഹത്തിന് മാത്രം ചെറിയൊരു പ്രശ്നം? അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും, അവർക്ക് എന്തോ അർജൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഓട്ട് കമ്പനിയുടെ കോയലാണ്, ഓട്ടും കോയൽ ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണല്ലേ. കൊള്ളാം. ഇവിടെ ഇനിയും 16 മിനിറ്റ് കാണിക്കണ്ടെങ്കിൽ വരെ ഇപ്പം തന്നെ എത്ര 9 മണി, 1 മണിക്കൂർ കൊണ്ടേ ഉള്ളൂ. പക്ഷേ 10-30 കിലോമീറ്ററുള്ള എത്തുന്നൊക്കെ കരുതുന്നുണ്ട്. പക്ഷേ ഈ ബ്ലോക്ക് ഇത് 16 എന്നുള്ളത് എത്ര ആവും എന്നറിയില്ലല്ലോ. വണ്ടികളങ്ങനെ നിരന്ന് കിടക്കില്ലേ. അതായത് നമ്മൾ അരമണിക്കൂറിലേറെ നിന്നു കേട്ടോ. അരമണിക്കൂറിലേറെ പറഞ്ഞാൽ ഏതാണ്ട് 1 മണിക്കൂർ 3/4 മണിക്കൂറോളൊക്കെ നിന്നു എന്ന് പറയാം. എന്തായാലും നമ്മളിവിടെ ഹൈവേയിൽ കയറണം. ഹൈവേയിൽ തന്നെയാണ്, ഇത് സർവീസ് റോഡാ. ആകെ തിരക്ക്, വരും ബ്ലോക്ക്. ഇനിയിപ്പോൾ ഇതിലെങ്ങനെ ചാടി പോകുക? വളക്കാക്കണം, മണ്ണിട്ടാകെ നിരത്തിച്ച് വെറുതെ തടച്ച് അങ്ങനെ വേണം. അങ്ങോട്ടും ഉണ്ട് ബ്ലോക്ക്, ഇങ്ങോട്ടും ഉണ്ട് ബ്ലോക്ക്. ബ്ലോക്ക് എല്ലായിടത്തും ഉണ്ട്. പോരുമ്പോഴും ആണല്ലോ നിൽക്കുക. ഞാനത് ആലോചിച്ചത്. ഏതായാലും ഇപ്പം സമയം എന്തായി എന്ന് വെച്ചാൽ 9:30 കഴിഞ്ഞ് 9:35 നമുക്കധികം ടൈമില്ല. ഇനി അവൻ അവിടെ എത്തുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ സ്പോട്ടിൽ ഉണ്ടാവണം. അതാണ് നമ്മുടെ ദൗത്യം. 9 കിലോമീറ്റർ വെച്ച് പിടിച്ചോ. 37 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ 30 എന്നല്ലായിരുന്നു, 37 കിലോമീറ്റർ ഉണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നോടുന്ന് 37. ചെങ്ങന്മാരെ തിരക്കൊക്കെ ഒഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു ഭാഗത്ത് വണ്ടി സൈഡാക്കി AC ഒക്കെ ഇട്ട് വണ്ടിയൊക്കെ ഒന്ന് തണുപ്പിച്ചാന്ന്, ഇനിയൊന്ന് തണുപ്പിച്ചാന്നും കരുതി ഇങ്ങനെ കുത്തിരിക്കുകയാണ്. എന്താ പറയുക, ഈ കാണുന്ന ഇതന്നെ എയർപോർട്ട് തന്നെയാണ്. ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടില്ല, ഞാൻ ഇവിടെ പുറത്ത് ഇരിക്കുകയാണ്. അവൻ വിളിക്കുമ്പോൾ പോവാന്ന് കരുതി. എന്താ പറയുക, അവൻ വിളിച്ചിട്ടില്ല. ഇപ്പോഴും 10:50 ഞാൻ അവിടെ ഒരു 15 മിനിറ്റ് മുന്നേ എത്തിയുണ്ട്. ഞാൻ ചായ കുടിച്ചു. ഒരു ഗ്ലാസ് ചായ കുടിക്കാനേ നല്ല ആഗ്രഹമുണ്ട്. അതേപോലെ കണ്ണും മുറക്കൊന്ന് വാടി. ഈ എന്താ പറയുക, ഒറ്റയ്ക്ക് ഇങ്ങനെ പോരില്ല, ആരോടും ഉണ്ടാകാൻ പറയാനൊന്നുമില്ലാതെ. കുഴപ്പമൊന്നുമില്ല, രസമാണ്. പിന്നെ ആ ബ്ലോക്കാണ് ചടപ്പിച്ചത്. പെരും ബ്ലോക്ക് പറഞ്ഞാൽ പെരും ബ്ലോക്ക്. ഇനിയിപ്പോൾ ഓന് വരട്ടെ, എന്നിട്ട് നമ്മളെ പരിപാടി എടുക്കുള്ളൂ. ഞാനാണെങ്കിൽ ഇവിടുന്ന് ഒരു ചായ കുടിച്ച് പറഞ്ഞില്ലേ, ആ ചായൻ്റെ അപ്പം ഒരു തേങ്ങാ ബണ്ണ് ഉണ്ടായിരുന്നു. ആ ബണ്ണ് 2 കടി കടിച്ചു തിന്നു. 3ാമത്തെ കടി കടിച്ച് ഞാനിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് ജന്തുക്കൾ ഇങ്ങനെ, എന്താ പറയുക, 2 കടി കടിച്ച് തിന്നിയാനായി. അപ്പോൾ അത് ഞാൻ വലിച്ചു തന്നു. അങ്ങനത്തെ ഒരു സംഭവം. ഇനിയിപ്പോൾ വയറിന് എന്തെങ്കിലും കേട് പറ്റുമോ? അതൊക്കെ വയറിനകത്ത് പോയി പറയാൻ പറ്റില്ലേ. അപ്പോൾ ആകെ സീനാവും. നമ്മൾ ഇവിടേക്ക് വന്നത് ഓനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കാനല്ലല്ലോ, നമ്മൾ ഓടിച്ച് ഓനെ കൊണ്ടുപോകാനല്ലേ. അത് ഇപ്പൊക്കെ ആവോ നോക്കട്ടെ, എന്തായാലും വരുമോ. ചെങ്ങന്മാർ നമ്മളെ ചെക്കൻ ഇറങ്ങിയിട്ടുണ്ട്. ഓൻ വിളിച്ചു, ഓൻ അവിടെ എവിടെയോ നിൽക്കുന്നുണ്ട്. എവിടെയോ നമുക്കെന്താ വെച്ചാല് കോഴിക്കോട് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലുള്ള പരിചയം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പരിചയം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ ടെർമിനലാണല്ലോ, അതൊരു വിഷയമാണ്. എനിക്ക് തന്നെ പരിചയമല്ല. ഞാനിവിടെ ആ ഒറ്റ വട്ടം വന്നിക്കണ്, അത് കുറേ മുമ്പ്. അപ്പോൾ വന്നിട്ട് കുറേ ആയി. ഇതെങ്ങനെയാണ് എവിടേക്കാണ് എത്തേണ്ടതെന്ന് അറിയില്ല. ഓൻ എവിടേക്കാണ് ഇറങ്ങിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ, പോയോക്കട്ടെ എന്തായാലും. ഇതിൻ്റെ ഉള്ളിലാകുമോ? വിളിച്ചോക്കട്ടാ. എവിടെ ചെങ്ങായി, എവിടെ ചാക്കണിൻ്റെ മുതലാളി? വേം വാ.
ഗൾഫ് എൻ്റെ ഫോണിക്ക് പൈസ എത്തിക്കണേ പെരേക്ക് വിളിച്ചണ്ടേ അങ്ങനെ വണ്ടി കേൾക്കാത്തതിനാണ് സംഗതി ഞങ്ങൾ അറിയിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ വണ്ടൂർ എത്തിക്കണ്. ഞാൻ ഓനെ കൊണ്ടാക്കിയിട്ട് ഓൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വണ്ടൂരിലേക്ക് ടൗണിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇത് അവൻ തന്നെ കൊണ്ടു കൊടുക്കണം. അത് മാത്രമല്ല എനിക്ക് നമ്മുടെ പ്രൈവറ്റ് വണ്ടിയിൽ കുറച്ച് പരിപാടികൾ ചെയ്യാറുണ്ട്. വണ്ടി പ്രൈവറ്റ് വണ്ടിമേലല്ല പ്ലൈവുഡൊക്കെ ഒന്ന് കട്ട് ചെയ്യുക, അത്തരത്തിലുള്ള ചില്ലറ പരിപാടികൾ ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ നിന്നാൽ ശരിയാവില്ല. ഞാൻ എന്താ വെച്ചാൽ ഓൻ വണ്ടി കയറിയിട്ട് ഓനെക്കൊണ്ട് 2 സംഭാഷണം പോലും സംഭാഷണിപ്പിക്കാഞ്ഞത് എന്താ പറയുക, ഓനക്ക് നാട്ടിലേക്ക് വന്നതല്ലേ. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു നാട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഈ പ്രവാസ ലോകത്ത് നിന്ന് വരുന്നവർക്ക് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. എനിക്കും തന്നെ അങ്ങോട്ടും ഉണ്ടായിരുന്നു, അവനും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആയതുകൊണ്ടാണ്. എന്നാൽ തന്നെ അവനൊന്ന് ഞാൻ കാണിച്ചു. ഇനി ഇടയ്ക്കിടയ്ക്കോ ഉണ്ടാവേ, ഇടയ്ക്കിടയ്ക്കോ കഥാപാത്രമായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നാട്ടിലുണ്ടല്ലോ 2-3 മാസം ഉണ്ട് എന്നാണ് ഓൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു ബേജാറും വേണ്ട, ഇടയ്ക്കിടയ്ക്കോ ഉണ്ടാവും. ഞാനേ ഈ വണ്ടി ഒന്ന് കൊണ്ടു കൊടുക്കട്ടെ. വണ്ടി കൊടുക്കാൻ വേണ്ടി പോയതാ. പക്ഷേങ്കിൽ അപ്പോൾ ഓന് വയനാട് പോയതാ. വയനാട് ഓൻ ചുരം കയറാൻ പോയിക്കണം. അപ്പത്തിന് പ്രശ്നമല്ല, കുറച്ചും കൂടെ ഞാൻ വീട്ടിലേക്ക് എത്തിക്കണം. ഇത് മറ്റോൻ്റെ ഒരു ഓയിലാണത്. മുടിമ തേക്കണം, അതായത് കൊടുക്കണം. പാവാട് ഒക്കെ സാധാരണ ആൾക്കാരാട്ടോ, വലിയ സംഭവമായിട്ട് കരുതണ്ട. ഒക്കെ സാധാരണ. ഓനവിടെ മെസ്സിൽ, അതായത് പൊറോട്ട മേക്കറാണോ, പൊറോട്ട മേക്കർ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ വണ്ടിയിൽ? ഒരു വള്ളക്കുപ്പിന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ വണ്ടിയാണെങ്കിൽ ഇതൊരു കമ്പനി വണ്ടി പോലത്തെ വണ്ടിയാണ്. സീറ്റൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെയാണ് ഈ ഒരു വണ്ടി. ഒരു കമ്പനി വണ്ടി പോലെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന നാട്ടിലൊരു വണ്ടി. എന്നാൽ പിന്നെ കുറച്ച് എണ്ണ ബാക്കി അയക്കുക, അതാണ് മെയിനായിട്ട്. ഇപ്പോൾ നമ്മളിതിലൊരു 1000 റുപ്യൻ്റെ എണ്ണ നമ്മൾ ബാക്കിയാക്കി വെക്കും, അല്ലെങ്കിൽ 500 റുപ്യൻ്റെ എണ്ണ നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി. ചിലപ്പോൾ അവന് ഇൻഷുറിന് പൈസ ഉണ്ടാവില്ലെങ്കിൽ ഇൻഷുറിന് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ്. ഏതായാലും വീട്ടിൽ കയറട്ടെ. ആരും ഇനി മുട്ടായി ചോദിച്ചാൽ ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. ഇവിടെ ഉണ്ടോ ആര്യ? ഉണ്ടോ അവിടെ ആര്യ? ഇന്ന് സ്കൂൾക്ക് പോയിരുന്നോ? പനി മാറിയിട്ട് ഇന്നാട്ടോ സ്കൂൾക്ക് പോണേ. അവിടെ വരണോന്നും കാണാമല്ലോ. അപ്പോൾ വരുന്നു. വേറെ എവിടേക്ക് പോയത്? ആര്യം ശൂരിയാക്കണം, കളിച്ചാൻ പോയതാണ് പോലെ. അതാണ് നമ്മുടെ കാറ്. അപ്പോൾ നമ്മൾ പ്ലൈവുഡ് വാങ്ങിയാറില്ല, ഇതാണ്. ഇത് എന്താ 9 mm പ്ലൈവുഡാണ്. കാരണം നമുക്ക് അത്യാവശ്യം തിരക്കില്ലാത്ത കാരണമുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ പീസ് കട്ട് ചെയ്യണം. മെഷീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കട്ട് ചെയ്യാൻ ഇതിൻ്റെ പണിയെടുക്കുന്ന ആൾ തന്നെ വരും. ചെങ്ങന്മാർ, അപ്പോൾ ഇതിൻ്റെ കാർപ്പൻ്റർ എത്തിയിട്ടുണ്ട്. ബാലേട്ടനാണ്. ബാലേട്ടൻ ഓട്ടോറിക്ഷ ഓട്ടുന്നതിന് മുമ്പ് നല്ലൊരു മരം പണിക്കാരനായിരുന്നു, ആശാരിയായിരുന്നു അല്ലേ? അപ്പോൾ അതൊക്കെ നിർത്തി ഓട്ടോസമ്മ കൂടിയേക്കുക. ഭയങ്കര ലാഭത്തിലാണ് അപ്പോൾ ഓട്ടോസമ്മയപ്പോൾ. ഞാനും നിങ്ങളമായിരുന്നു ഒരു പണിയിലായിരുന്നു. അതിൽ നിന്നാണ് ഞാനും പോകുന്നത്. ഞാനത് കഴിച്ചാൻ വേണ്ടി നോക്കിയേ. ഇത് പെട്ടെന്നുണ്ടല്ലോ, ഇങ്ങനെയാണല്ലേ അയക്കണത്തേക്ക് മുറുക്ക. യെസ്, നമ്മൾ പുതിയ ബ്ലേഡൊക്കെ വാങ്ങി. ഇതിനെത്ര? 150 ഉറപ്പിന്ന് അത്രയൊക്കെ ഉണ്ടാവും. ബ്ലേഡ് മാറ്റി. പിന്നെ അവിടെ തിരുന്നൂല്ലേ? അല്ല, അതല്ല, ഞാൻ മാറാനല്ല, കോലയമ്മത്തിനാണ്. കുഴപ്പമില്ല, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവാന്നാൽ മതി. ഇതാണ് നമ്മളുടെ ബാക്ക് പീസ്. ഇത് 2.4 അടിയാണ്. പിന്നെ ഇത് സെൻറ്റർ പീസാണ്, 1.9 അടി, 1.9. പിന്നെ നടുക്കൊരു പീസും കൂടി കട്ട് ചെയ്യണം, 1.4. അത് ഞാനിതിൽ അളവെടുത്തിട്ടില്ല. അപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അത് അളവെടുക്കൽ നടക്കുള്ളൂ. കാരണം കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഭാഗം പോലെ ഒന്ന് കനം കുറയില്ലേ? അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ മെഷീൻ നമുക്കും തന്നെ ചെയ്യാപ്പത്. പക്ഷേങ്കിൽ എന്താ വെച്ചാൽ അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പാളി, അത് മേത്തേക്ക് കയറി ആകെ സ്വീപ്പായി. ഇത് അറിയുന്ന ഒരാളമ്പുറത്തുണ്ടേ, യാത്ര മുടങ്ങും. അതെ, ബാലേട്ടനെ പറഞ്ഞാൽ അത് മൂപ്പര മെഷീനാണ്, എല്ലാം മൂപ്പരതാണ്. ഈ ഇതിൻ്റെ ബോർഡിക്ക് കണക്ഷൻ ഇട്ടാലോ? അതൊന്ന് ഇട്ടേക്കാം.
ഓക്കെ. അപ്പോൾ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളുടെ ബാലേട്ടൻ പോയി. അത് ഞാൻ വണ്ടിയിൽ കയറ്റി വെച്ചിരിക്കണം. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വണ്ടീൻ്റെ പരിപാടി വെക്കണം. നാളെ വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. നാളെ വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നാളെ വീഡിയോ ഉണ്ടാവില്ല. മറ്റന്നാൾ നോക്കട്ടെ. മറ്റന്നാൾ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. എന്തായാലും ഞാൻ അറിയിക്കാം വീഡിയോ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ അറിയിക്കാം. പിന്നെ അസ്ലിമിനെ കൊണ്ടുവരാൻ പോയത് എന്താ വെച്ചാൽ ആവുമ്പോൾ എന്താ നമ്മുടെ പണി സ്വീപ്പാക്കി പോവല്ലേ, നമുക്ക് എന്ത് ലാഭം എനിക്ക് വരുന്ന ആളുകളുണ്ടാവും, നമുക്ക് ബന്ധങ്ങൾ നിലനിൽക്കും. അതുപോലെ തന്നെ പൈസ എന്ന് മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് പൈസ കൊടുത്ത് കിട്ടാത്ത പല സംഭവങ്ങളുണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീട്ട് നാളെ വരാം. പിന്നെ ഇനി ഒന്നുമില്ല, ഞാൻ ഓടാൻ വേണ്ടി പോവാണ് സ്റ്റാൻഡിൽ തന്നെ. ഇപ്പോൾ 5:45 നേരമായി. ഇപ്പോൾ പോയാലും എന്താ കിട്ടുക അറിയില്ല. കിട്ടുന്നതിന് ഓടുക. ഇന്നത്തെ ദിവസം ഒരു നഷ്ടമല്ല, എല്ലാം കൊണ്ട് ഓക്കെയാണ്. പിന്നെ ഇപ്പോൾ ഓനഞ്ഞ് ശരിക്ക് ഇപ്പോൾ വന്ന തിരക്കിലല്ലേ, നിങ്ങൾക്കറിയാലോ, നിങ്ങളൊക്കെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തിരക്ക്. അപ്പോൾ അതാണ് വീഡിയോയിലൊന്ന് കാര്യമായിട്ടവൻ വരാൻ. അവൻ വരുന്ന സമയമുണ്ട്. ആൾ അടിപൊളിയാണ്, കാണിക്കുന്നുണ്ട്. എന്നായിക്കോട്ടെ.